കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത്, പ്രത്യേകിച്ച് പോളിംഗ് ദിവസം, CPM-ൻ്റെ പ്രമുഖ നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗം LDF-ൻ്റെ കൺവീനറും ഒക്കെയായ EP ജയരാജനും BJP-യുടെ കേരള പ്രഭാരി ആയ പ്രകാശ് ജാവദേക്കർ എന്ന മുൻ മന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയാണ്. പോളിംഗ് ദിവസമാണ് ജയരാജൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതിനു മുമ്പ് തന്നെ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. BJP-യുടെ ശോഭാ സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ആ ദിവസം ജയരാജൻ അത് സമ്മതിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്, തങ്ങൾ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല, ഞാൻ അറിയാതെ മുൻകൂട്ടി യാതൊരു അറിയിപ്പുമില്ലാതെ ജാവദേക്കർ തൻ്റെ മകൻ്റെ ഫ്ലാറ്റിലെത്തി എന്നാണ്. നിമിഷങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണത്തെ ഒരു രീതി അല്ലാതെ, പതിവില്ലാത്ത രീതിയിൽ അതിനിശിതമായി അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചു. ജയരാജൻ ചെയ്തത് തെറ്റാണ് എന്ന് സംശയമില്ലാതെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ശിവൻ്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാകും എന്നൊരു പഴഞ്ചൊല്ലും അദ്ദേഹം ഉദ്ധരിച്ചു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ജയരാജനെ ഭാഗികമായെങ്കിലും കുറ്റവിമുക്തനാക്കി. ജയരാജൻ്റെ കൂടിക്കാഴ്ച, ജാവദേക്കറുമായി നടന്ന കൂടിക്കാഴ്ച ഒരു നിഷ്കളങ്കമായ ഒരു സാധാരണ സംഭവമാണെന്നും ഒക്കെയാണ് പാർട്ടി കണ്ടെത്തിയത്. അതേസമയം അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് കാര്യമായ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തനിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനും മറ്റുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നും ജയരാജനോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിലെ സമൂഹത്തെ വേണ്ടത്ര ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണോ പാർട്ടി ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കൂടിക്കാഴ്ചയെ അപ്രധാനം എന്ന മട്ടിൽ CPM സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയത് ശരിയാണോ? അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇത്രയധികം പ്രാധാന്യം, ഒരുപക്ഷെ ഇത്രയും വിമർശനത്തിന് അത് അർഹമാകുന്നത് പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ്. പൊതുവെ 2 വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ തമ്മിൽ ഇങ്ങനെയൊരു സന്ദർശനം നടത്തുന്നതോ കൂടിക്കാഴ്ച നടത്തുന്നതോ ഒന്നും ഒരു വലിയ തെറ്റായി കാണേണ്ടതില്ല. പക്വതയാർജിച്ച ജനാധിപത്യത്തിൽ അത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ VD സതീശൻ്റെയോ വീട്ടിൽ ജാവദേക്കർ ഒരു ദിവസം കടന്നു വന്നാൽ അദ്ദേഹത്തിന് മുമ്പിൽ വാതിൽ കൂട്ടി അടയ്ക്കുമോ ഈ നേതാക്കൾ? ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യുന്നത് സാമാന്യമായ മര്യാദയ്ക്ക് ചേരുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ സവിശേഷതകൾ എന്താണ്? ഒന്ന്, BJP അടുത്ത കാലത്തായി ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ, വിവിധ കക്ഷികളിൽ നിന്നുള്ളവരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലാകട്ടെ ഇത് താരതമ്യേന കുറവാണെങ്കിലും പത്മജ വേണുഗോപാൽ, അനിൽ K. ആൻ്റണി തുടങ്ങി കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളുടെ മക്കൾ ആ പാർട്ടിയിലേക്ക് ചേർന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിനെ അതിനിശിതമായി വിമർശിച്ചിരുന്നതാണ് CPM-ഉം ഇടതുപക്ഷം പൊതുവെയും. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ CPM-ൻ്റെ ഇത്ര പ്രധാനിയായ ഒരു നേതാവിനെ ജാവദേക്കർ വന്ന് കാണുമ്പോൾ അത് അത്ര നിഷ്കളങ്കമായിരുന്നു, അതിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ജയരാജനും അതിലേറെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമുണ്ട്. അത് ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജയരാജൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഒരു കാരണവശാലും സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള
രാഷ്ട്രീയ നീക്കങ്ങൾക്കും അധോലോക രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒക്കെ മുന്നിൽ നിന്നു എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വയം താനൊരു രാഷ്ട്രീയ ഇടനിലക്കാരനാണെന്ന് വിശേഷിപ്പിക്കുന്ന നന്ദകുമാർ, ദല്ലാൽ നന്ദകുമാർ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് അനഭിലഷണീയമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളുമായി CPM ഇത്ര പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്തുകൊണ്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുകയും അത് തുടരുകയും ചെയ്തു എന്നുള്ളത് കേരളത്തിനോട്, കേരള ജനതയോട് പറയാനുള്ള ഉത്തരവാദിത്വം ജയരാജനുമുണ്ട്, പാർട്ടിക്കുമുണ്ട്. മൂന്നാമത്തെ കാര്യം, EP ജയരാജൻ തന്നെ ഇതിനകം ഒരുപാട് വിവാദ വിഷയമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. തൻ്റെ പാർട്ടിയെ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ സേവനവും ത്യാഗങ്ങളും ഒന്നും മറന്നുകൊണ്ടല്ല, തൻ്റെ പാർട്ടിയെ പലതവണ അദ്ദേഹം വല്ലാത്ത സങ്കീർണമായ അവസ്ഥകൾ കൊണ്ടെത്തിച്ചിട്ടുള്ള ആളാണ്. ആദ്യം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വജനപക്ഷപാതം സംബന്ധിച്ച ഒരു കേസ് ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടു. അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി പത്രത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നപ്പോൾ അതിന് സ്വീകരിച്ചിരുന്ന ബോണ്ട്, പരസ്യം, ഇതെല്ലാം വിവാദത്തിലായി. പരിസ്ഥിതിക്ക് അപകടകരമായിട്ടുള്ള ഒരു ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതും വിവാദ വിഷയമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളിൽ മുമ്പ് ചാടിയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ട് വീണ്ടും തുടർന്നും ഇതുപോലത്തെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതിനും CPM ഉത്തരം പറഞ്ഞേ തീരൂ. ഏറ്റവും പ്രധാനം, ഈ ഇന്ത്യയിൽ നിന്ന് പലതരത്തിലുള്ള ശരിയല്ലാത്ത രാഷ്ട്രീയത്തിൻ്റെയും വർഗീയതയുടെയും അമിതാധികാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന BJPക്ക് കേരളത്തിൽ ഒരു സ്ഥാനം, കേരളത്തിൽ ഒരു പുതിയ സമ്മതി നേടിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള ചർച്ചകളും കൂടിയാലോചനകളും ഒക്കെ ആ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഭാഗമായി തീർന്നോ CPM അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കൾ എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളായ K സുധാകരനും മറ്റും ഈ BJPയിലേക്ക് ചേരാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ അതിന് ഉത്തരം പറയേണ്ടതുമാണ്. പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം ഇതിലൊക്കെ ഏറെയാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ CPM ജനത്തിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഈ പ്രശ്നം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഒരു കാരണവശാലും ക്ഷമിക്കാവുന്ന ഒന്നല്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്.